കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹീതമായ ഈ ദിവസത്തിൻ്റെ സന്ധ്യയിലും വാഴ്ത്തപ്പെടട്ടെ. ഈ ദേശത്തിൻ്റെ ആത്മീക നവോത്ഥാനത്തിനും ഇവിടെയുള്ള ദൈവമക്കളെ ആത്മീക ഉണർവിനുമായി ഏറെ ചിട്ടയോട് അതിലുപരി പ്രാർത്ഥനയോടെ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ സുവിശേഷ യോഗങ്ങളുടെ രണ്ടാം രാത്രിയിൽ ദൈവവചനം ഉയർത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗങ്ങൾക്ക് കാരണമായി തീർന്നിരിക്കുന്ന കറുകച്ചാല സ്ഥലമായി പ്രവർത്തിക്കുന്ന ഗ്രേസ് പോയിൻ്റ് കമ്മ്യൂണിറ്റി ചർച്ച്, വിശേഷിച്ചും ഈ രാത്രി യോഗത്തിന് അധ്യക്ഷത വഹിക്കുമ്പോൾ തന്നെ സഭയുടെ ശുശ്രൂഷകനായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സന്തോഷ് ജോസഫ് പാസ്റ്റർ കുടുംബം, മറ്റ് ബഹുമാന്യരായ കർത്തൃദാസന്മാർ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ പാടി ദൈവരാജ്യത്തിൻ്റെ മഹിമയെ ആവോളം വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഷെക്കന വർഷിപ്പ് സിംഗേഴ്സ് ഈ സ്ഥലത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ നാൾ മുതൽ അറിഞ്ഞ സത്യത്തിൻ്റെ ധീരസാക്ഷികളായി ദൈവനാമ മഹത്വത്തിനായി നിലയായി നിൽക്കുന്ന ദൈവമക്കൾ, ഈ ശബ്ദ സംവിധാനങ്ങളുടെ ശ്രവണസീമയിൽ അടുത്തും അകലെയും ദൈവവചനം കേൾക്കുന്ന നെടുങ്കുന്നം പരിസര പ്രദേശവാസികളായ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും എത്രയും ആകാശ മേഘങ്ങളെ കീറിക്കൊണ്ട് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കാൻ വരാമെന്ന് വാക്ക് നൽകിയ നമ്മുടെ കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ ഹൃദ്യമായ ഊഷ്മളമായ ക്രിസ്തീയ വന്ദനങ്ങൾ ഓർപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ദൈവിക നിയോഗത്തിൽ ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന യോഗങ്ങൾ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്നും ദേശത്തിൻ്റെ ആത്മിക പുരോഗതിക്കും അഭിവൃദ്ധിക്കും അനേക പ്രിയപ്പെട്ടവരുടെ വിടുതലിൻ്റെയും നിദാനമായി അത് മാറട്ടെ എന്നും വളരെ ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, 2024 എന്ന് പറയുന്ന വർഷം അതിൻ്റെ ഏകദേശം 12 മാസങ്ങളും അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് വിശ്രാമത്തിലേക്ക് മടങ്ങിയ ഒരു പുതിയ വർഷത്തെ എതിരേൽക്കുവാൻ ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ആർക്കും അറിയാം, ചുറ്റുവട്ടമൊക്കെ വല്ലാത്ത പ്രശ്ന കലുഷിതമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഈ കാലത്തിന് നല്ലൊരു നിർവചനം നൽകുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡീക്കൻസ് എന്ന മനുഷ്യൻ തൻ്റെ നഗരങ്ങളുടെ കഥ എന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ആമുഖമാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് ഓടി വരുന്നത്. അദ്ദേഹം പറയുകയാണ്, അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായതും. അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെയും. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാര നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടതായിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞതും. ഒരു കാലഘട്ടത്തിൻ്റെ 2 വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തൻ്റെ തൂലിക കൊണ്ട് കുറിയിടുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലവും ഇതിൽ നിന്നൊന്നും ഒട്ടും വിഭിന്നമല്ല. ഒരു വശത്ത് മനുഷ്യർ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യർ വെള്ളം ഇല്ലാതെ മരിക്കുന്നു, ഒരു സ്ഥലത്ത് മനുഷ്യർ ആഹാരം കഴിച്ചു മരിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യർ ആഹാരമില്ലാതെ മരിക്കുന്നു. ഒരു വശത്ത് മനുഷ്യനെ മഞ്ഞു കൊല്ലുന്നു, മറ്റൊരു സ്ഥലത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു. ആകപ്പാടെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കാലം, അങ്ങനൊരു ലോകം. ഈ കാലം ശരിക്കും സൂക്ഷിച്ചു പഠിക്കുമ്പോൾ 2ാം ലോകമഹായുദ്ധം സംബന്ധിച്ച് ബ്രിട്ടൻ്റെ എക്കാലത്തെയും മഹാനായ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ വോളിയങ്ങളായി പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ 1ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു തലക്കെട്ട് കൊടുത്തു. അതിങ്ങനെയാണ്, ഇത് ഗ്യാതറിങ് സ്റ്റോം, ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ. യഥാർത്ഥത്തിൽ ചുറ്റുവട്ടത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. എവിടെയാ നാം സുരക്ഷിതരായിരിക്കുന്നത്? നമ്മുടെ റോഡുകൾ ഒട്ടും സുരക്ഷിതമല്ലെന്നുള്ള യാഥാർത്ഥ്യം ഓരോ ദിവസങ്ങളിലും കടന്നു വരുന്ന അപകടങ്ങളുടെ ആ കണക്കുകൾ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വീടുകൾ അതിനേക്കാൾ അസ്വസ്ഥമാണെന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കടന്നു വന്നിരിക്കുന്ന കുറുവാ സംഘങ്ങൾ പോലെയുള്ള ആളുകൾ വെളിപ്പെടുത്തുന്നത്. വീടും റോഡും മാത്രമാണോ സുരക്ഷിതമല്ലാത്തത്? അല്ല. മനുഷ്യൻ്റെ
എല്ലാ സംവിധാനങ്ങളും വളരെ അപകടാവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ എത്രയോ കൃത്യമായ തെളിവുകൾ. ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്തിച്ചുകോടിലെത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച കവിയാ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, കവി അങ്ങയുടെ അഭിപ്രായം പറ, അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തൻ്റെ കവിതയിൽ പാടി പറഞ്ഞു വെച്ചു, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവനവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന, അവനവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം, കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോട് ഓരോ വർഷത്തിലും പുറത്തു വരുന്ന അബോർഷനുകൾ അഥവാ ഗർഭചിത്രങ്ങളുടെ ഏകദേശ കണക്ക് പരിശോധിക്കുന്നവർക്കറിയാം, ലോകത്തിലാകമാനം ഒരു വർഷത്തിനകത്ത് അമ്മമാരുടെ ഉദരങ്ങളിൽ ജീവിക്കുവാൻ അർഹതയില്ലാതെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കണക്ക് 5 കോടി കുഞ്ഞുങ്ങളാണ് അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം 1.5 കോടിയിലധികം കുഞ്ഞുങ്ങൾ ഭാരതത്തിലെ അമ്മമാരുടെ ഉദരങ്ങളിലാണ് കൊല്ലപ്പെടുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മനുഷ്യൻ പാർപ്പിന് അനുകൂലമെന്ന് വിചാരിക്കുന്ന, ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു കാലത്ത് നാം ജീവിക്കുക. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 24 വർഷമേ ആകുന്നുള്ളൂ. 2000 മുതൽ 2024 വരെയുള്ള കഴിഞ്ഞ 24 വർഷം സൂക്ഷിച്ച് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. 2000-ന് ശേഷമല്ലേ മേഘവിസ്ഫോടനം എന്ന വാക്ക് നാം കേൾക്കാൻ തുടങ്ങിയത്? 2000-ന് ശേഷമല്ലേ ഹിമാലയൻ മഞ്ഞുമല ഉരുകുന്നതിൻ്റെ ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങിയത്? 2000-ന് ശേഷമല്ലേ ഓസോൺ പാളിയുടെ സുഷിരത്തെക്കുറിച്ച് നാം അറിയുവാൻ തുടങ്ങിയത്? 2000-ന് ശേഷമല്ലേ സുനാമി പോലുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ ലോകത്തെ ആശങ്കയിൽ നിർത്തിക്കൊണ്ട് ആഞ്ഞടിക്കുവാൻ ആരംഭിച്ചത്? 2000-ന് ശേഷം ഏകദേശം 44ഓളം മഹാമാരികൾ സംഭവിച്ച ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരൻ, ടെസ്ലയുടെ ഒക്കെ ഓണറായിരിക്കുന്ന എലോൺ മസ്ക്, അദ്ദേഹത്തിന് മുമ്പ് ആ പട്ടം ചൂടിയത് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന മാന്യനായ ഒരു മനുഷ്യ സ്നേഹിക്കായിരുന്നു. ഒരിക്കൽ 2016 എൻ്റെ ഓർമ്മ, ബിൽ ഗേറ്റ്സിനോട് ഒരു TV ഇന്റർവ്യൂവിൽ വാർത്താലേഖകൻ ചോദിച്ചു പോലും, സാറേ നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത തലമുറ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? അദ്ദേഹം പറഞ്ഞു, ഹൈഡ്രജൻ ബോംബോ ആണവ ബോംബോ ഒന്നുമല്ല, എൻ്റെ അഭിപ്രായത്തിൽ ലോകം നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വൈറസുകളുടെ ആക്രമണമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 24 വർഷത്തിനകത്ത് 17ഓളം വൈറസുകൾ ആക്രമിച്ച ഒരു ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എണ്ണി പറഞ്ഞാൽ സാർസ്, മിർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ്, സിക്ക വൈറസ്, നോറ വൈറസ്, ഡെൽറ്റ വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് തുടങ്ങി ലോകത്തിലെ 215 രാജ്യങ്ങളുടെ മുഖം മൂടി അണിയിച്ചതും സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോയതുമായ കോവിഡ് ഉൾപ്പെടെ 17 വൈറസുകൾ അനന്തതയുടെ അഗാധതയിൽ നടിച്ചുയർന്ന് ഞൊരഞ്ഞ് പതഞ്ഞ് തീരത്തണയുന്ന തിരമാല പോലെ മനുഷ്യകുലത്തിനു നേരെ കടന്നുകയറ്റം നടത്തിയ ഒരു കലികാലം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, മാന്യ സഹൃദയരെ, മനുഷ്യൻ പാർപ്പിന് അനുകൂലമെന്ന് പറയുന്ന അമ്മയുടെ ഉദരം പോലും അവൻ അനുകൂലമല്ലാത്ത ഒരു കാലം. എന്നാൽ ഇന്ന് രാത്രി നെടുങ്കുന്നത്ത് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ദൈവവചനത്തിന്റെ ചുറ്റാകയായിരിക്കുന്ന നമുക്കൊരു സുരക്ഷിതത്വം അവകാശപ്പെടാനില്ലേ? അതല്ലേ നമ്മുടെ ആത്മധൈര്യം. എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ രാത്രികാലം ധൈര്യത്തോടെ പറയുവാൻ കഴിയും, അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ബലിഷ്ഠമായ കരങ്ങളുടെ കരുതൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആ കരങ്ങളെ തട്ടി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാവോ? ഒരിക്കൽ വിഖ്യാതമായ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു ഇരുമ്പ് വടം കെട്ടി. ആ സ്ഥലം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. വലിയ അപകടം നിറഞ്ഞ ഒരു സ്ഥലം. ആ ഇരുമ്പ് വടത്തിൻ്റെ മുകളിലൂടെ
അഭ്യാസിയായ ഒരു മനുഷ്യൻ ആയാസരഹിതനായിട്ട് നടന്നക്കരെ കടന്നു. അനന്തരായ അദ്ദേഹം ചലഞ്ച് ചെയ്ത് ചോദിച്ചു, ആരേലും ഉണ്ടോ ഈ ഇരുമ്പ് വടത്തിൽ എൻ്റെ ഒപ്പം മറുകരയിലേക്ക് വരാൻ? എല്ലാവരും ഇങ്ങനെ അന്താളിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു, ഡാഡി ഞാൻ തയ്യാറാ അങ്ങയോടൊപ്പം ഇരുമ്പ് വടത്തിൽ മറുകരയിലേക്ക് വരാൻ. അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അത് യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് കാലാവസ്ഥയ്ക്ക് തെല്ലൊരു മാറ്റം. ആ കാറ്റത്ത് വടവിങ്ങനെ ആടി ഉലയാൻ തുടങ്ങുന്നു. കുഞ്ഞൊന്ന് അന്താളിച്ചു. അപ്പം മോനോട് പറയാ, മോനെ സ്വയമായിട്ട് ബലം പ്രയോഗിക്കാതെ ഡാഡിയോട് പറ്റി നിന്നോ, ഡാഡി അങ്ങ് അക്കരെ എത്തിച്ചേക്കാം. ഇന്ന് രാത്രികാലം ലോകം വല്ലാത്ത പ്രതിസന്ധിയിൽ ഇങ്ങനെ ആടി ഉലയുമ്പോൾ ദൈവമക്കൾക്ക് പറയുവാനുള്ള ഒരു യാഥാർത്ഥ്യം ഇതാണ്: സ്വയമായിട്ട് ബലം പ്രയോഗിക്കാതെ അങ്ങോട്ട് പറ്റി നിൽക്കുന്നവരെ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും? ചേർന്ന് പറ പ്രിയപ്പെട്ടവരെ, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ. പറ്റി നിൽക്കുന്നവരെ അക്കരെ എത്തിക്കുന്ന കരങ്ങൾ, ബലിഷ്ഠമായ കരങ്ങൾ. ആ കരുതൽ എത്ര പേർ അനുഭവിച്ചറിയുന്നുണ്ട്? പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കുവോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ മഹാദൈവത്തിൻ്റെ മഹത്തായ വാറ്റത്വം സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? നമ്മുടെ തലയിലെ മുടി പോലും എണ്ണി എറിയുന്ന മഹാദൈവം. എൻ്റെ തലയിൽ ഇന്ന് രാവിലെ 1,85,533 മുടി ഉണ്ടായിരുന്നു. ഇവിടോട്ട് വരാനായിട്ട് ഞാനിങ്ങനെ ഫ്രഷായി ചീയപ്പോൾ 3 എണ്ണം പൊഴിഞ്ഞു പോയി. ബാക്കി എത്ര ഉണ്ടെന്നറിയോ? 1,85,530 അതിൻ്റെ എണ്ണം പുസ്തകത്തിൽ എഴുതി വെച്ചാ എന്നെ കർത്താവ് ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? നമുക്കറിയാവുന്നത് നമ്മുടെ ഇന്നലകളെ കുറിച്ചാ, നമുക്കറിയാവുന്നത് നമ്മുടെ ഇന്നുകളെ കുറിച്ചാ. പക്ഷെ നമ്മുടെ ദൈവത്തിനറിയാവുന്നത് നമ്മുടെ ഇന്നലകൾ മാത്രമല്ല, നമ്മുടെ ഇന്ന് മാത്രമല്ല, നമ്മുടെ നാളുകളെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു ദൈവം. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. അവൻ വാഴുകയാൽ എനിക്ക് നാളെയെ കുറിച്ച് ആദിയില്ല. ഭാവിയെ അറിയുന്ന മഹാദൈവം. ആ കരുതലുകൾ ഇന്ന് രാത്രി നമുക്ക് ആവോളം അനുഭവിച്ചറിയാം. സമയത്തിൻ്റെ പരിമിതികൾ രാത്രിയിലുണ്ട്. നിങ്ങളെക്കാൾ ത്വരിതയിൽ ഞാൻ നിൽക്കുക. രാത്രി യോഗം കഴിഞ്ഞ് അബുദാബിയിലുള്ള ഒരു ചർച്ചിൻ്റെ സൂമിൽ രാത്രി 10:30 മണിക്ക് എനിക്ക് ദൈവവചനം പ്രസംഗിക്കണം. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വളരെ വ്യക്തപ്പാടോടുകൂടെ ഒരു 5 മിനിറ്റ് നേരത്തെ യോഗ നിർത്തത്തക്ക നിലയിൽ വേഗം ദൈവമേൽപ്പിച്ച ഒരു സന്ദേശം കൈമാറാം. ആധാരമായി നാം ശ്രദ്ധിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. മൈക്കിലൂടെ വായിച്ചാൽ വളരെ നന്നായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. പോയി ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവമക്കളുടെ പ്രത്യാശയെ ഏറ്റവും ഉന്നതികളിൽ എത്തിക്കുന്ന അനുഗ്രഹിതമായൊരു വാക്യമാണ് നാം വായിച്ചത്. മനുഷ്യജീവിതം അതൊരു യാത്രയാണ്. ചിന്തകൻ്റെ ഭാഷ പറഞ്ഞാൽ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് അസ്തിത്വത്തിൻ്റെ ലോകത്തിൽ വന്ന് അറിവിൻ്റെ അനുഭൂതികൾ നുകർന്ന് അസ്തിത്വത്തിലേക്ക് തിരോഭവിക്കുന്ന യാത്ര. സുഖദുഃഖ സമ്മിശ്രമായ ഈ യാത്രയിൽ പ്രതിസന്ധികളുടെ നടുവിൽ ചഞ്ചലിക്കാത്ത, കലങ്ങാത്ത
ഒരു മനുഷ്യൻ പോലും ഇല്ല. മനുഷ്യ ശരീരം അത് വിസ്ഫോടനകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന എത്രയോ കരുത്തുറ്റ സംവിധാനങ്ങൾ ഈ ആധുനിക ലോകത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കണ്ണുപോലെ ഒരു ക്യാമറ, എൻ്റെ തലച്ചോറ് പോലെ ഒരു സോഫ്റ്റ്വെയർ, എൻ്റെ ഹൃദയം പോലെ ഒരു പമ്പ്, എൻ്റെ ആന്തരിക അവയവങ്ങൾ പോലെ ഒരു ഫാക്ടറി, എൻ്റെ ത്വക്ക് പോലെ സ്വയം ചികിത്സിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇല്ല. അങ്ങനൊരു വ്യവസ്ഥിതിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അങ്ങനെ ഭയങ്കരവും അതിശയകരവുമായി നിർമ്മിച്ചിരിക്കുക. മഹാപ്രപഞ്ചത്തെ നിർമ്മിച്ചതിനേക്കാൾ അതിശയകരമായി നിർമ്മിക്കപ്പെട്ട ഒരു ജീവി ഭൂമിയിലുണ്ടെങ്കിൽ അത് മനുഷ്യനാണെന്നുള്ളത് യാഥാർത്ഥ്യ. പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഇല്ല, ഇതുവരെ കണക്ക് കൂട്ടുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അനുമാനക്കണക്ക് പറയുന്നത് 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമാണ് മഹാപ്രപഞ്ചത്തിനുള്ളത്. അതിനകത്ത് 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള സൂര്യൻ 5,500 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ തിളച്ചു മറിയുക. തൊട്ടിപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.5 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിൽ പൂച്ചെടികൾ, അതെ 3,000-നും 4,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ, 10,000 ഇനം ഉറുമ്പുകൾ. ഇതിനെയൊക്കെ ഉളവാകട്ടെന്നുള്ള വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാദൈവം, അവൻ നിർമ്മിച്ച എല്ലാ നിർമ്മിതികളെ കാട്ടിലും ഏറ്റവും മഹത്വകരമായ സൃഷ്ടിപ്പാണ് ഞാനും നിങ്ങളും എന്നറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ചേർന്ന് പറ, ഭയങ്കരവും അതിശയകരവുമായി അങ്ങനെ നിർമ്മിച്ചിരിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ നിർമ്മിതികളുടെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ, അവൻ്റെ ശരീരത്തിൻ്റെ ഗതിവ്യതിയാനങ്ങളെ തിരിച്ചറിയുവാൻ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അളക്കുന്ന സംവിധാനമുണ്ട്, നമ്മുടെ EQ ലെവൽ അളക്കാൻ സംവിധാനമുണ്ട്, നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കാൻ സംവിധാനമുണ്ട്, നമ്മുടെ ക്രിയാറ്റിൻ ലെവൽ അളക്കാൻ സംവിധാനമുണ്ട്, നമ്മുടെ രക്തത്തിനകത്തെ പഞ്ചസാരയുടെ അളവ് അളക്കാൻ ശാസ്ത്രത്തിന്, വൈദ്യശാസ്ത്രത്തിന് പ്രത്യേകിച്ചും സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മനുഷ്യഹൃദയത്തിൻ്റെ നൊമ്പരമളക്കാൻ പറ്റിയ വല്ല മിഷനും ഉണ്ടോ? ഇവിടുത്തെ കൊച്ചു ഹോസ്പിറ്റലിൽ നിന്ന് തിരുവല്ലയിലെ വലിയ ഹോസ്പിറ്റലിൽ ചെന്ന മനുഷ്യന്റെ നൊമ്പരം, ഹൃദയത്തിൻ്റെ വേദന അളക്കാൻ, അവിടുന്ന് ഇച്ചിരൂടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ മനുഷ്യന്റെ നൊമ്പരം അളക്കാൻ പറ്റിയ സംവിധാനം. യഥാർത്ഥത്തിൽ പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ ചെന്ന നൊമ്പരം കൂടുമെന്നുള്ളത് യാഥാർത്ഥ്യ. ഒന്നുകൊണ്ടും അല്ലേ, അവിടുത്തെ ബില്ല് കാണുമ്പോഴെങ്കിലും അല്ലേ? അപ്പം മനുഷ്യഹൃദയം 4 അവസ്ഥകളിലേക്ക് എത്തപ്പെടാം. അതിനെ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിന് എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും കൃത്യമായ പഠിപ്പീരുകളുണ്ട്. ബൈബിളിന് എല്ലാ മനുഷ്യൻ്റെയും ഗതിവ്യതിയാനങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ ഏത് നാടിനെയും മാറ്റിമറിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗൾഫുകാരുള്ളത് ചാവക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുള്ളത് കായംകുളത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാങ്കുകളിൽ FDയും ഉള്ളത് കുമ്പനാടാണ്. സ്തോത്രം. കേരളത്തിൽ സിനിമാ കോട്ടയില്ലാത്ത സ്ഥലമാണ് കുമ്പനാട്. കേരളത്തിൽ സ്വർണ്ണക്കടയില്ലാത്ത സ്ഥലമാണ് കുമ്പനാട്. പക്ഷെ ബാങ്കുകളും ഉണ്ട്, ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയും കിടപ്പുണ്ട്. എന്താ ഈ കുമ്പനാടിൻ്റെ മാറ്റത്തിന് കാരണം? ഒറ്റ കാരണ,
കേരളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ അച്ചടിച്ച സ്ഥലം കുമ്പനാടാ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആദ്യം ബൈബിളിൻ്റെ കൈയെഴുത്ത് പ്രതി അച്ചടിച്ച കുമ്പനാടിന് അത്രയ്ക്കും മാറ്റവും അനുഗ്രഹവും ഭൗതിക തലത്തിൽ ദൈവം സമ്മാനിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബൈബിള് കയറി വന്നാൽ ജീവിതം മാറുമെന്ന് ഉറപ്പുള്ള അനുഭവമുള്ള ദൈവമക്കൾ ആ കര ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നേ. ബൈബിള് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പുസ്തകം ഇല്ല. മനുഷ്യന്റെ ഹൃദയത്തിന് 4 അവസ്ഥകളിൽ എത്തപ്പെടുവാൻ കഴിയുമെന്ന വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ അവസ്ഥ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ലൂക്കോസ് 24:4 എന്താ അവിടെ വായിക്കുന്നത്? അതിനെ കുറിച്ച് അവർ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിപ്ലക്സ്ഡ് ഹാർട്ട്, ചഞ്ചലിക്കുന്ന ഹൃദയം. എന്താ ചഞ്ചലിപ്പിക്കുന്നത്? സാഹചര്യം, അവസ്ഥ, പ്രതിസന്ധി എല്ലാം ചഞ്ചലിപ്പിക്കുന്നതാ. പ്രതിസന്ധികളുടെ നടുവിൽ ചഞ്ചലിക്കാത്ത മനുഷ്യരാരാ അല്ലേ? പരൽമീനെ റാഞ്ചാൻ ശ്രമിക്കുന്നതിനിടയിൽ വലിയ വെള്ളച്ചാട്ടത്തിനകത്ത് അകപ്പെട്ടുപോയ കഴുകന്റെ കൂട്ട് പ്രതിസന്ധികളുടെ നടുവിൽ ചഞ്ചലിക്കാത്ത മനുഷ്യർ വല്ലതും ഉണ്ടോ? റാന്നിലെ ഒരു കുടിയേറ്റ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കുടിക്ക് ഒരു കുറവില്ലാത്തവർ. എൻ്റെ അമ്മാച്ചന്മാരൊക്കെ 1 തരം കുടിയന്മാരായിരുന്നു. അങ്ങനൊരു വീട്ടിലാണ് ജനിച്ചത്. ഈ ബൈബിള് പിടിക്കാൻ ഒരു യോഗ്യതയില്ലാത്തൊരു വീട്ടിൽ. പക്ഷേ ഇങ്ങനൊരു യോഗ്യത എനിക്കുണ്ടായതിൻ്റെ കാരണം, എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് ഒരു പ്രത്യേക രോഗം, ആ രോഗം നിമിത്തം എൻ്റെ ശരീരത്തിൽ നിന്ന് ക്രമാതീതമായി ബ്ലഡ് വാർന്നു പോകുകയാണ്. അങ്ങനെ ബ്ലീഡിങ് നിമിത്തം ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുഞ്ഞ് ജീവിക്കത്തില്ല, ജീവിച്ചാലും ഇത് മന്ദബുദ്ധിയായിട്ട് മാറും. അവരുടെ മൂത്ത മകൻ മന്ദബുദ്ധിയാകുമെന്നുള്ള തിരിച്ചറിവ് അന്ന് ആശുപത്രിയുടെ വരാന്തയെ വച്ച് ചഞ്ചലിക്കുന്ന ഹൃദയത്തോടെ മുട്ടുകുത്തിക്കൊണ്ട് യേശുവെ എന്ന് വിളിക്കുവാൻ എൻ്റെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചു. ജന്മം കൊണ്ട് ക്രിസ്ത്യാനികളാണെങ്കിലും ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതത്തിൻ്റെ നടുവിൽ അന്ന് കടന്നു വന്ന പ്രതിസന്ധി ആശുപത്രി വരാന്തയെ വെച്ച് ചഞ്ചലിക്കുന്ന ഹൃദയത്തോട് യേശുവെ എന്ന് വിളിക്കുവാൻ എൻ്റെ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചു. അന്ന് ഞങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങിയതാ. ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ ചഞ്ചലിക്കുന്ന മനുഷ്യരായ മനുഷ്യർ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ചഞ്ചലിക്കുന്ന ഏത് മനുഷ്യന്റെയും പ്രതിസന്ധിക്ക് ഏക ഉത്തരമാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഉച്ചൈസ്തര ഉറക്കെ ഘോഷിക്കുന്ന യേശു ക്രിസ്തു. ചഞ്ചലിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് എന്താ ചെയ്തത്? ഹി ഓപ്പൺ ദ ടോപ്പ്. ആ കല്ലറ അവൻ തുറന്നു. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തുവാകട്ടെ, അത് രോഗമാകട്ടെ, അത് കടഭാരമാകട്ടെ, അത് മാനസിക വെല്ലുവിളിയാകട്ടെ, അത് ഏതാകുലതയുമാകട്ടെ, ഇന്ന് രാത്രികാലം കടുങ്കട്ട് വീണ് കിടക്കുന്ന പ്രശ്നത്തെ തൊട്ട് നിങ്ങളുടെ വീടിന് വിടുതൽ തരാൻ എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ അനുഭവമുള്ള ദൈവമക്കൾ ഉറക്കെ പറ, ചഞ്ചലിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ കരുത്തുള്ളവൻ. അപ്പം പ്രതിസന്ധികളുടെ നടുവിൽ ചഞ്ചലിക്കുന്ന മനുഷ്യൻ. ഇനി മനുഷ്യഹൃദയത്തിന്റെ 2ാമത്തെ അവസ്ഥയാ ലൂക്കോസ് 24:13. അവർ 2 പേര് യെരൂശലേമിൽ നിന്ന് 20 നാഴിക ദൂരത്തുള്ള എമ്മോസിലേക്ക് പോകുമ്പോൾ ഈ സംഭവിച്ചതിനെ കുറിച്ച് തർക്കിച്ചും വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡിസ്കറേജ്ഡ് ഹാർട്ട്, നിരാശ നിറഞ്ഞ ഹൃദയം. നിരാശ നിറഞ്ഞ ഹൃദയത്തിന്റെ പ്രതിഫലനമല്ലേ തർക്കവും വാദവും? ലോകത്തിലേറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്തുവാൻ ഒരു രാജാവ് തൻ്റെ മന്ത്രിയെ ചുമതലപ്പെടുത്തിയ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മന്ത്രി ഔദ്യോഗിക ഉദ്യമങ്ങളിൽ നിന്നൊക്കെ അവധിയെടുത്തിട്ട് ഒരു തീർത്ഥയാത്ര നടത്തി പോലും. എന്തിനാണെന്നറിയോ? ലോകത്തിലേറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാൻ. നയന മനോഹരമായ പല കാഴ്ചകൾ ആ യാത്രയിൽ മന്ത്രി കണ്ടു. ആടുന്ന മയില്, പാടുന്ന കുയില്, ചാടുന്ന മുയല്, ഓടുന്ന മാന്, എല്ലാ സുന്ദര കാഴ്ചകൾ. പക്ഷെ സ്വർഗം പോലെ ഇല്ല. സ്വർഗം പോലെ സുന്ദരമായ
കാഴ്ച തൻ്റെ കണ്ണ് കണ്ടില്ല. ഒടുവിൽ തൻ്റെ അവധി അവസാനിപ്പിക്കേണ്ട ആ ദിവസത്തിൻ്റെ അർദ്ധരാത്രി അരണ്ട മെഴുകുതിരി വെളിച്ചത്തിൻ്റെ സഹായത്തോട് വീടിനെ ലക്ഷ്യാക്കി വരുന്ന മന്ത്രി. ഒത്തിരി രാത്രിയാ, പക്ഷേ പ്രിയതമൻ്റെ സ്വരം ആ രാത്രിയുടെ നല്ല ഉറക്കത്തിലും തിരിച്ചറിഞ്ഞ സഹോദരി കുഞ്ഞുങ്ങളെയും തട്ടി ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തെ എതിരേൽക്കാനായിട്ട് കഥകൾ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും, അലഞ്ഞതിനെല്ലാം പരിഹാരമായി ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, സ്വന്തം കുടുംബം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് മതത്തിൻ്റെയും ഭാഗമാകട്ടെ, നിങ്ങൾ മനുഷ്യരാണല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, മനുഷ്യരായ മനുഷ്യരോടൊക്കെ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട് ഭൂമിയിലെ സ്വർഗമാണോ അതോ നിങ്ങളുടെ വീട് ഭൂമിയിലെ നരകമാണോ? വീട് സ്വർഗാക്കുന്നത് വിദ്യാഭ്യാസമല്ല, വീട് സ്വർഗാക്കുന്നത് പണമല്ല, വീട് സ്വർഗാക്കുന്നത് ജോലിയല്ല. വീട് സ്വർഗാക്കുന്നത് ഞങ്ങളെ പോലുള്ള പാപം പിടിച്ച മനുഷ്യര് പറയും ദൈവവുമായിട്ടുള്ള അടിയുറച്ച ബന്ധമാ ഏത് വീടിന്റെ ചരിത്രത്തെ മാറ്റുന്നത്. ഇന്ന് രാത്രി വരെ തർക്കവും വാദവും, വീട്ടിൽ ഭയങ്കര പ്രശ്നം ആണെങ്കിൽ നിങ്ങൾ ഏത് മതത്തിൻ്റെ ഭാഗമാണേലും ഈ രാത്രി എൻ്റെ ഈ സന്ദേശം ലളിതമായിട്ടൊന്ന് കേൾക്കണേ. ഹി ടച്ച് ദെയർ ഐസ്, അവരുടെ കണ്ണിനെ ദൈവം തുറന്നു. എല്ലാ അർത്ഥത്തിലും ഇരുട്ടുകൂടി കുടുംബക്കോടതിയുടെ വരാന്തയിലോട്ട് പോകാൻ കാത്തു നിൽക്കുന്ന ചില മനുഷ്യരെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രി മഹാനായ എബ്രഹാം ലിങ്കൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഉറക്കെ പറയുക. അന്ധകാരത്തെ പഴിക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. കൈത്തിരി കത്തിച്ചാ മതി, ഇരുട്ട് മാറും. ചഞ്ചലിക്കുന്ന ഹൃദയം, നിരാശ നിറഞ്ഞ ഹൃദയം കണ്ണു തുറന്നു. ഇനിയും മനുഷ്യഹൃദയത്തിന് പോകാൻ പറ്റുന്ന മൂന്നാമത്തെ അവസ്ഥ ലൂക്കോസ് 24:38. നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതെന്ത്? ഡൗട്ടഡ് ഹാർട്ട്, സംശയിക്കുന്ന ഹൃദയം. സംശയം അതൊരു സ്വഭാവം മാത്രമൊന്നുമല്ല, അതൊരു രോഗാവസ്ഥയാണ്. സംശയിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്, തീവ്രമായി സംശയിക്കുന്ന മനുഷ്യർ. അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനും ഭാര്യയും കൂടെ എൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹം MBA-കാരനാ, സഹോദരി BSc നേഴ്സാ. ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെന്നുള്ള പ്രശ്നവുമായിട്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സംശയ ഇയാളെവിടെ ജോലിക്ക് പോയാലും നിൽക്കത്തില്ല. ജോലി അഥവാ ഇനി ജോലിക്ക് പോണേ തന്നെ ഭാര്യയും പിള്ളേരെയും ഒരു മുറിയിലിട്ട് പൂട്ടിയേച്ച് ആ മുറിയുടെ താക്കോലെടുത്ത് ഒരു പെട്ടിക്കകത്ത് വെച്ച് പൂട്ടും. എന്നിട്ട് ആ പെട്ടിയെടുത്ത് ഒരലമാരിയുടെ അറയ്ക്കകത്ത് വെച്ച് പൂട്ടും. എന്നിട്ട് ആ അറയുടെ താക്കോലെടുത്ത് വേറൊരു ഞാൻ എണ്ണി ചിരിക്കാൻ പറഞ്ഞതല്ല, 14 പൂട്ട്. സംശയ, എല്ലാ സംശയം, എല്ലാരെയും സംശയം, ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് എന്തോടുത്തെന്നറിയോ? ഹി ടച്ച് ദെയർ മൈൻഡ്, അവരുടെ മനസ്സിനെ തൊട്ടു. ഇന്ന് രാത്രികാലം ചിലരുടെ അവസ്ഥകളെ ദൈവം തൊടും, ചിലരുടെ കണ്ണിനെ ദൈവം തൊടും, ചിലരുടെ മനസ്സിനെ ദൈവം തൊടും. ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ചില മനുഷ്യർ ദൈവിക സ്പർശനം അനുഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. നാലാമത്തെ ഹൃദയ, കലങ്ങുന്ന ഹൃദയം. സ്തോത്രം. എന്താ ഇവർ കലങ്ങുന്നതിൻ്റെ കാരണം? യഥാർത്ഥത്തിൽ ദൈവിക ബന്ധമില്ലാത്ത ഏത് മനുഷ്യനാ കലങ്ങാത്തത്? യോഹന്നാന് പരിചയപ്പെടുത്താനുള്ളത് ചഞ്ചലിക്കുന്ന മനുഷ്യ, നിരാശപ്പെടുന്ന മനുഷ്യ, സംശയിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കും ഒരു പരിവർത്തനം വരുത്തിയിട്ട് ഇഹത്തിനപ്പുറത്ത് പരത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹീതമായ ഒരു ഭവനം. അതാണ് യോഹന്നാൻ വിളംബരം ചെയ്യുന്ന സുവിശേഷം.
ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാ. ഒറ്റ ഒരാൾ, മനുഷ്യരാരും നശിക്കാതിരിക്കാൻ ദൈവം ആരംഭിച്ച മഹത്തായ പദ്ധതി. യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ കാണുക, ദൈവം മനുഷ്യനായി ജഡമായി തീർന്ന ക്രിസ്തു, അല്ലേ? അയ്യോ, വലിയൊരു മർമ്മ അത്. യോഹന്നാൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എല്ലാവരും അറിയണം യേശുവിൻ്റെ ദൈവത്വം, എല്ലാവരും അറിയണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായ ഈ സുവിശേഷം എല്ലാവരും അറിയണം, നിത്യജീവന്റെ വാഗ്ദത്തം. ഈ 3 യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടിയാ യോഹന്നാൻ എഴുതുന്നത്. അപ്പോൾ ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം ഒരാളെ പരിചയപ്പെടുത്തുക, ദൈവം ആരായി? മനുഷ്യനായി. ചെറിയൊരു കാര്യമല്ല കേട്ടോ, വലിയൊരു അത്ഭുതം അത്. ഈ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ 2 അപകടമുണ്ട്. ഒന്ന്, മനുഷ്യർ ദൈവമാകുന്നു. 2, മനുഷ്യർ മൃഗമാകുന്നു. 2 അപകട. മനുഷ്യർ ദൈവമായ ഭയങ്കര അപകട. ഈ അടുത്ത സമയത്ത് ഡൽഹിക്കടുത്ത് ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തത് ഞാൻ വായിച്ചു. ഒറ്റ അറസ്റ്റ് നിമിത്തം 38 പേര് കൊല്ലപ്പെട്ടു. അതുമാത്രമല്ല, 5 സംസ്ഥാനങ്ങളിൽ 144 പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ? നമ്മുടെ രാജ്യമൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ അപകട മനുഷ്യർ ദൈവമാകുന്നത്. അതിനെക്കാട്ടി വലിയൊരു അപകടം ഉണ്ടെന്ന്, മനുഷ്യർ മൃഗമാകുന്നു. കൊമ്പനാനെ പിടിയാനെ കുത്തിക്കൊല്ലുന്നത് ഇല്ല, നമ്മൾ ഇന്ന് വരെ വായിച്ചിട്ടില്ല. പൂവൻകോഴി പെടക്കോഴിയെ കൊത്തിക്കൊല്ലുന്നത് നമ്മൾ ഇന്ന് വരെ വായിച്ചിട്ടില്ല. ജാതിയുടെ മതത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ കൊല്ലാൻ മടിക്കാത്ത ഒരു കലികാലം. മനുഷ്യർ മൃഗമാകുന്ന, മനുഷ്യർ ദൈവമാകുന്ന ഈ ആധുനിക ലോകത്തിൽ ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുക, ദൈവം ആയിരുന്നവൻ മനുഷ്യനായി മാറി. സാർത്തർ എന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിച്ച ഏറ്റവും വലിയ ചോദ്യം, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിലിറങ്ങുമോ? ദൈവം തൻ്റെ സ്ഥാനം ഉപേക്ഷിക്കുമോ? അയ്യോ, പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഉപേക്ഷിക്കത്തില്ല, പിന്നെ ആ ദൈവം. എന്നിട്ട് അദ്ദേഹം പറയാ, ഒരു ദൈവം എന്നെ തേടി തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് മണ്ണി വന്ന എനിക്കത് മാത്രം മതി ദൈവത്തെ സ്നേഹിക്കാൻ. അബൂബസ് മൂസ് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു, 1000 ഉണ്ണി 1000 ബേദലഹേമി പിറന്നാലും നിന്റെ ഉള്ളിൽ അവൻ മനുഷ്യനായി പിറക്കുന്നില്ലെങ്കിൽ. ഇതാ ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത്. യേശു മനുഷ്യനായി, അതുകൊണ്ട് നമ്മളും ആരാകണം? ഉറക്കെ പറ, മനുഷ്യരാകണം. ഇന്നത്തെ യോഗം കഴിഞ്ഞ് തറയിൽ കൂടെ നടക്കുന്ന നിങ്ങളെല്ലാം കൂടെ അന്തരീക്ഷത്തിൽ കൂടെ പോകണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്ന, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ മനുഷ്യരായിട്ട് നമ്മൾ മാറണം. സത്യത്തിൽ മനുഷ്യത്തെ ഏറ്റവും കൂടുതൽ വിളംബരം ചെയ്യുന്ന ആളുകളാ പെന്തക്കോസ്തുകാർ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് അതിരുമാന്തത്തില്ല, ഞങ്ങൾ കള്ളു കുടിക്കത്തില്ല, ഞങ്ങൾ കള്ളം പറയത്തില്ല, ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയത്തില്ല, ഞങ്ങൾ ഹർത്താൽ നടത്തത്തില്ല, ഞങ്ങൾ കോടതി കേസും ഇല്ല, കൊടുക്കത്തില്ല. ഞാൻ റാന്നിയിലൊക്കെ പഠിച്ച കാലത്ത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ബന്ധിക്കോസുകാരാ, അവർ കള്ളം പറയത്തില്ല. പിന്നെ ആകെപ്പാടെ ഞങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരാക്ഷേപം, ഇച്ചിരി ഒച്ച കൂടുതലാന്നുള്ള ഒരു കുഴപ്പം ഞാൻ സമ്മതിക്കുന്നു. അതിനകത്തിനെ എന്നോട് ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ഇത്രയൊന്നും ഒച്ച വെക്കരുത്, കുറച്ച് ഡീസൻ്റായിട്ട് പ്രസംഗിക്കണം. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഒച്ച വെക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ജന്മം കൊണ്ട് റാന്നിക്കാരനാണേലും ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂര് പടിഞ്ഞാറ്റോതറയിലാണ് വീട് വെച്ചിരിക്കുന്നത്. 15 വർഷമായി. വീട്ടിൽ നിന്ന് അടുത്ത യോഗസ്ഥലത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം ഞങ്ങളുടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. ടെക്നിക്കൽ എററാന്ന് തോന്നുന്നു. അന്ന് ആ ഗേറ്റ് അടയുന്നുമില്ല, തുറക്കുന്നുമില്ല, പാതി വന്ന് നിൽക്കുക. അപ്പോഴാ കുറ്റൂപ്പള്ളിയുടെ അവിടുന്ന് ഒരു കുഞ്ഞ് സൈക്കിളിൽ എന്തോ സ്പീഡാ. അവൻ്റെ ആ വരവ് കണ്ടപ്പോഴത്തേന് റെയിൽവേ ഗേറ്റ് കീപ്പർ ഇങ്ങോട്ട് ഇറങ്ങി വന്നേച്ച് 2 കൈ ഉയർത്തി അലറിക്കൊണ്ട് പറയാ, എടാ നിർത്തടാ നിർത്തടാ, ട്രെയിൻ വരുന്നടാ, നിർത്തടാ നിർത്തടാ.
അലറുന്നത് കേട്ടപ്പോൾ ഞാൻ അയാളുടെ തോളെ തട്ടി ചോദിച്ചു, താനെന്തിനാ കിടന്ന് ഇത്ര അലറുന്നത്? കുറച്ച് ഡീസൻ്റായിട്ട് പറഞ്ഞാൽ പോരായോ? അപ്പോൾ അങ്ങനെ ചോദിക്കുക, താൻ എന്നാ ബോധമില്ലാത്ത മനുഷ്യനാ, അപകടം കണ്ടാൽ ആരാ അലറാത്തത്? അതുകൊണ്ട് തന്നെയാ ഞങ്ങളും ഈ അലറിക്കൊണ്ട് പറയുന്നത്, ലോകം ഒരു വലിയ അപകടത്തിലോട്ട് പോവുക. നിങ്ങളാരും ദൈവമില്ലാത്തവരായി കത്തുന്ന നരകത്തിൽ പോകരുതെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ ഞങ്ങൾ ഉറക്കെ പറയുക, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ. അതാണ് നസ്രയനായ യേശു ക്രിസ്തു. നെടുങ്ങുന്ന തുളയന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും അറിയണം, നിത്യത യാഥാർത്ഥ്യവാ. ക്രിസ്തു മാത്രമാണ് ഏക വഴി. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് നിത്യരക്ഷ. മനുഷ്യനെ മനസ്സിലാക്കി മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ആകാശത്തിനും ഭൂമിക്കും മീതെ ഇരു കള്ളന്മാരുടെ നടുവിൽ ക്രൂശിലേറിയവനെ നിങ്ങൾ അറിയണം. ഇവനോട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവന്റെ ദാതാവായി, നിങ്ങളുടെ ജീവിത സഖിയായി, നിങ്ങളുടെ ജീവിത രക്ഷകനായി നിങ്ങൾ അംഗീകരിച്ചാൽ, ഏത് ചഞ്ചലിക്കുന്ന ഹൃദയത്തിനും, ഏത് നിരാശ നിറഞ്ഞ ഹൃദയത്തിനും, ഏത് സംശയത്തിന് ഹൃദയത്തിനും, ഏത് കലങ്ങുന്ന ഹൃദയത്തിനും ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത് മഹത്വകരമായ ഒരു പദ്ധതിയാണ്. അതിനെക്കുറിച്ച് ആ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത്, ക്രിസ്തുവിൽ ഒരാൾ വന്നാൽ അവൻ്റെ വീട് മാറും, അവൻ്റെ ജീവിതം മാറും, അവൻ്റെ കുടുംബം മാറും, അവൻ്റെ കുലം മാറും, അടിമുടി മാറും. എവിടേക്ക് മാറും? പുതിയ സന്തോഷത്തിലേക്ക് മാറും. ഹല്ലേലൂയ. ഇതല്ലേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയാനുള്ള സുവിശേഷം. നിരാശ നിറഞ്ഞ് മദ്യവും ഭയക്കുമരുന്നും ആശ്രയിച്ച് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ജീവിച്ച ഞങ്ങൾ ജീവിതം മാറിയത് ക്രിസ്തുവിലേക്ക് വന്നപ്പം. കാനാവിലെ വീട് കർഷക കുടുംബമാണ്. അവിടെ ഒരു കല്യാണം നടക്കുക. യഥാർത്ഥത്തിൽ ആ പാവം പിടിച്ചവര് കൃഷിക്കാര്. സത്യത്തിൽ അവരുടെ കണക്കൂട്ടൽ ഒത്തിരി തെറ്റി. കാര്യം, കേറ്ററിംഗുകാരോടൊക്കെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പം അപ്പം വിളിച്ചത് അമ്മ അറിഞ്ഞില്ല, അമ്മ വിളിച്ചത് അപ്പൻ അറിഞ്ഞില്ല, പിള്ളേർ വിളിച്ചത് എല്ലാവരും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് സത്യം പറഞ്ഞ കണക്കൂട്ടാനൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു. കണക്കൂട്ടത് തെറ്റി. വീഞ്ഞിന്റെ കാര്യത്തിലെ പക്ഷേ എല്ലാ കാര്യത്തിലും കണക്കൂട്ടൽ തെറ്റിയെങ്കിലും ഒരു കാര്യത്തിൽ അവരുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. അതേത് കാര്യത്തിലാണെന്നറിയാവോ? യേശുവിനെ ക്ഷണിക്കുന്ന കാര്യത്തില്ല. ജീവിതത്തിൽ മറ്റേത് കാര്യത്തിൽ നിങ്ങൾ കണക്കുകൂട്ടൽ തെറ്റിയവരാണെങ്കിലും യേശുവിനെ ക്ഷണിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും സുഹൃത്തെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സാധാരണക്കാരുണ്ട്, പാവങ്ങളാ, കൃഷിക്കാരാ. ഓരോ ദിവസത്തെ ജോലിക്ക് വേണ്ടി, അന്നത്തെ അന്നത്തിന് വേണ്ടിയൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാ, ജോലി ചെയ്യുന്നവരാ. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാം, കണക്കൂട്ടൽ തെറ്റിയില്ല. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഒന്നും കണക്കൂട്ടൽ തെറ്റിയില്ല. ഞങ്ങളുടെ പിതാക്കന്മാരെ ഒന്നും കണക്കൂട്ടൽ തെറ്റിയില്ല. ചില മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് ജീവിതം മാറ്റുന്നത് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധമാണെന്ന്, ജീവിതം മാറ്റുന്നത് വിദ്യാഭ്യാസമാണെന്ന്, ജീവിതം മാറ്റുന്നത് ഉന്നത കുല ജാതിയിൽ ജനിക്കുന്നതാണെന്ന്. ഇല്ല കേട്ടോ, നീ ഏത് ജാതിയിൽ ജനിച്ചാലും, എത്ര വിദ്യാഭ്യാസമില്ലെങ്കിലും, എത്ര പണം കയ്യിലില്ലെങ്കിലും, ക്രിസ്തു ജീവിതത്തിൽ വന്നാൽ കണക്കൂട്ടൽ മാറും. പണ്ടൊക്കെ പറയായിരുന്നു പെന്തിക്കോസി വന്ന അമേരിക്കയിൽ നിന്ന് കാശ് വരുമെന്ന്. ഇപ്പം ഞാൻ പറയും പെന്തിക്കോസി വന്ന അമേരിക്കയ്ക്ക് പോവും. അതിന് അമ്മാച്ചൻ അമേരിക്ക വേണമെന്നൊന്നുമില്ല. എനിക്കൊത്തിരി ഹൃദയെടുപ്പമുള്ള അടൂര് മങ്ങാട്ടുള്ള ഒരു പ്രവാചകയും അദ്ദേഹത്തിൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു, ചാക്കോ ഉദേശിയും ചിന്നമ്മാമൻ.
ഈ ചാക്കോദേശിയുടെ മോന് നല്ലൊരു ഈ സാക്സ്ഫോൺ അല്ലേ, അത് വായിക്കുന്ന നല്ല ഒരു കലാകാരനാണ്. സ്തോത്രം. ഈ പ്രവാചകി ചിന്നമ്മാമൻ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വന്നിരുന്നു ദൂത് പറഞ്ഞിട്ടുള്ള അനുഗ്രഹിതയായ ഒരു ക്രിസ്തുദാസിയ. ആ കുടുംബം ഒത്തിരി സാധാരണ ഒരു കുടുംബമാണ്. പക്ഷേ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം. ഈ ചിന്നമ്മാമ്മയുടെ മോള് പാമ്പാടിയിലാണ് താമസിക്കുന്നത്. മോൻ കഴിഞ്ഞ ദിവസം ഞാൻ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷന് അമേരിക്കയിൽ അറ്റ്ലാന്റയിൽ പ്രസംഗിക്കുമ്പോൾ യോഗം കഴിഞ്ഞ് ഓടി എൻ്റെ അടുക്ക് വന്നു. അനീഷ് പാസ്റ്ററെ, എന്നെ അറിയാവോ? ഞാൻ മങ്ങാട്ട ചാക്കോദേശയുടെ കൊച്ചുമോനാ. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഇവിടെ വന്നത്? എല്ലാവരും വരുന്നത് അമ്മാച്ചന്മാരുടെ കെയർ ഓഫില്ല, എല്ലാവരും വരുന്നത് അനന്തരന്മാരുടെ കെയർ ഓഫില്ല, ചിലർ വരുന്നത് പെണ്ണുകൊട്ടിയാ. പക്ഷെ ചാക്കോദേശിയുടെ കൊച്ചുമോൻ അവിടെ വന്നത് എങ്ങനെയാണെന്നറിയാ? സർക്കാരിന്റെ സ്കോളർഷിപ്പില്ല. ഞാൻ ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം പറയാം, ഈ കറുത്ത പുസ്തകം എടുക്കാൻ നിങ്ങൾ അഭിമാനത്തോടെ തയ്യാറായാൽ നിങ്ങളുടെ തലമുറയുടെ ചരിത്രം മാറ്റാൻ ഈ യേശു ശക്തനാ. യോഹന്നാൻ 2 ഗലീലയിലെ കാനാവ് അച്ഛാ, അത് അത്ഭുതങ്ങളുടെ ആരംഭമാ. എന്താ? അത്ഭുതങ്ങളുടെ അവസാനമല്ല. ചേർന്ന് പറ, നെടുങ്ങുന്നത്തിരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ഉറക്കെ പറ, യേശു ജീവിതത്തിലേക്ക് വന്നാൽ അതെന്താ? അത്ഭുതങ്ങളുടെ അപ്പുറത്തിരിക്കുന്നവരോട് ധൈര്യത്തോടെ പറ, അത്ഭുതങ്ങളുടെ അവസാനമല്ല. ചേർന്ന് പറ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? 2024 കണ്ടതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കർത്താവിന്റെ വരവ് താമസിച്ചാൽ 2025 നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോവുക, നിന്റെ ശുശ്രൂഷയെ നീ കാണാൻ പോവുക, നിന്റെ കുടുംബത്തിൽ നീ കാണാൻ പോവുക. വിശ്വസിക്കുന്നവരൊക്കെ ഉള്ളു തുറന്ന് വിളിച്ചോ, യേശു എന്ന് വിളിച്ചോ. ഹല്ലേലൂയ. എടാ, 2ാം അധ്യായത്തിൽ പുതിയ സന്തോഷമാണെങ്കിൽ 3ാം അധ്യായത്തിലെ സുവിശേഷത്തിന്റെ നല്ല വിശേഷം എന്താണെന്നറിയാവോ? പുതിയൊരു ജനനമാ. നിക്കോദിമോസ് ഒക്കെ വലിയ തിയോളജിയും കൊണ്ട് വന്ന് ചോദിക്കുക, മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ പറ്റുമോ? അപ്പൊ പച്ചയായ യാഥാർത്ഥ്യം യേശു പറഞ്ഞു, വൃദ്ധനായി ജനിക്കുന്നതല്ലിത്, പുണ്യസ്ഥലത്തുനിന്ന് കിട്ടുന്ന മോക്ഷമല്ലിത്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം, പുതിയൊരു ജനനം. നിത്യത പോകണമെങ്കിൽ പുതിയ ജനനം പ്രാപിക്കണം. എങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ പാസ്റ്ററെ? അതാ വീണ്ടും ജനനാനുഭവം. മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെയൊക്കെ സഭകളിൽ പണ്ട് സ്നാനമെന്ന് പറയുന്നത് സഭയുടെ ഒരു ആചാരമായിട്ടല്ല ബൈബിള് പഠിപ്പിക്കുന്നത്, യേശുവിനോട് ചേരുവാനുള്ള യോഗ്യതയായിട്ടാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിലെ യോഗ്യതാ പരീക്ഷ പാസ്സാകാത്തവർക്ക് 12ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ യോഗ്യതാ പരീക്ഷയാണ്. സ്നാനപ്പെടുന്നതിന് മുമ്പ് 3 കാര്യം ചെയ്തിരിക്കണം. 1, മാനസാന്തരപ്പെട്ടിരിക്കണം. 2, പാപങ്ങളെ ഏറ്റുപറയണം. 3, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയണം. 56ാമത്തെ ദിവസം ഒരു കുഞ്ഞിന് അത് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അങ്ങനാണെങ്കിൽ ആചാരത്തിന്റെ ഭാഗമായ ആളുകളെ ഇന്ന് രാത്രി ഞങ്ങൾ നിർബന്ധിക്കുക, പുതിയ ജനനത്തിന്റെ ഭാഗമാകണം. പുതിയ ജനനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ 4ാം അധ്യായത്തിൽ പുതിയൊരു ആരാധനയാ. ശമരിയക്കാരത്തി ചോദിക്കുക, ആ മലയെ വേണോ ആരാധിക്കേണ്ടത് അതോ യെരൂശലേമിൽ വേണോ ആരാധിക്കേണ്ടത്? അപ്പൊ കർത്താവ് പറയാ, ആ മലയിലുമല്ല യെരൂശലേമിലുമല്ല. ഒരു പുണ്യസ്ഥലത്തു നിന്ന് മോക്ഷം കിട്ടത്തില്ല. ഒരു കുരിശടിയും മധ്യസ്ഥതയല്ല, ഒരു തീർത്ഥജലവും പരിഹാരമല്ല. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഹല്ലേലൂയ. 4ാം അധ്യായത്തിൽ
സത്യത്തിലുള്ള ആരാധനയാണ് വിഷയമെങ്കിൽ യോഹന്നാൻ 5-ാം അധ്യായം ശബത്തിനപ്പുറം ആലയത്തിന് പുറത്ത് വ്യാപരിക്കുന്ന ഇത് ഹീലിംഗ് അതോറിറ്റി ഇന്ന് രാത്രി ഒരു പള്ളിയുടെ സംവിധാനത്തിനപ്പുറത്ത് ഈ ഓഡിറ്റോറിയത്തിനകത്തും സൗഖ്യം വ്യാപരിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അക്കരമുയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ, ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ഇവിടെ കാണുന്നു. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ രാത്രി ഇവിടെ നടക്കാൻ പോവുക. കത്തിയില്ലാത്ത ചില ശസ്ത്രക്രിയകൾ, കൈ തൊടാത്ത ചില അത്ഭുതങ്ങൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. തീ ജാലക്കൊത്ത കണ്ണുള്ളവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, നക്ഷത്രങ്ങൾ വലങ്കിൽ പിടിച്ചവനായി, തേജസ് വാരി ഉടുത്തവനായി, ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവനായി, ആരും തുറക്കാതവണ്ണം അടയ്ക്കുന്നവനായി, ആരടച്ചാലും തുറക്കുന്നവനായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി, അമർത്യതയുള്ള ദൈവമായി, അത്ഭുതങ്ങളുടെ ദൈവമായി നമ്മുടെ കർത്താവ് ഈ രാത്രി ഇവിടെ ഉലാവുമ്പോ ഉള്ളു തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഉറക്കെ വിളിക്ക, യേശുവേ. ഈ രാത്രി യോഗം തീരുന്നതിന് മുമ്പ് വർഷങ്ങളുടെ പഴക്കം പറയുന്ന ചില രോഗങ്ങളുടെ മേൽ ദൈവിക സൗഖ്യം വ്യാപരിക്കുന്നത് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? 38 വർഷമായി നീ സൗഖ്യം കാണുന്നവനാണെങ്കിൽ ഇന്ന് രാത്രി നീ സൗഖ്യം അനുഭവിക്കാൻ പോകുക. സൗഖ്യം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല സുവിശേഷം. 6-ാമത്തെ അധ്യായം പുതിയൊരു വർദ്ധനവ്. ചേർന്ന് പറ സിസ്റ്ററെ, പുതിയൊരു വർദ്ധനവ്. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുമ്പോ വയറ് മുറുക്കി വിടുത്ത് പലതും വേണ്ടാന്ന് വെച്ച് ചിട്ടി പാട്ടോ നീ അടയ്ക്കുമ്പോ ഇന്ന് രാത്രി നിന്റെ കയ്യിലുള്ളതിനെ വാഴ്ത്തി തന്നാൽ മിച്ചം വരത്തക്ക വേണം നിന്റെ ജീവിതത്തെ മാറ്റാൻ, അതിന്റെ പരാധീനതയെ മാറ്റാൻ യേശു ശക്തനാണെന്ന് അറിയുന്നവർ ഈ രാത്രികാലം ഉള്ളു തുറന്ന് ഉറക്കെ വിളിക്ക, യേശുവേ. എന്നോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയാൻ പറയുന്നു, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ചില മനുഷ്യരുടെ ജീവിതം ഇന്ന് രാത്രി മാറാൻ പോവുക. ദൈവം നിന്റെ തൊഴിലിനെ വാഴ്ത്തിത്തരാൻ പോവുക. ദൈവം നിന്റെ വരുമാനത്തെ വാഴ്ത്തിത്തരാൻ പോവുക. ദൈവം നിനക്കൊരു വർധനവ് തരാൻ പോവുക. മിച്ചം വരത്ത് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചോ. ആരും തല കുനിച്ചിരിക്കരുത്, ആരും തല കുനിച്ചിരിക്കരുത്. തല ഉയർത്തിപ്പിടിച്ച് ധൈര്യത്തോടെ പറ, ഓ ഭയങ്കര ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തിന് ശബ്ദമുയർത്തി സ്തോത്രം ചെയ്തു തുടങ്ങിക്കോ. 6-ാം അധ്യായം പുതിയ വർധനവാണെങ്കിൽ 7-ാമത്തെ അധ്യായത്തിൽ പുതിയൊരു ഒഴുക്ക എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഉറക്കെ പറ, ജീവജലത്തിന്റെ നദികൾ ഒഴുകും. 7 പെരുന്നാളിനും 5 യാഗങ്ങൾക്കും നൽകാൻ കഴിയാത്ത ഒരു ഒഴുക്ക് നീ വിശ്വസിക്കുക മാത്രം ചെയ്യ. ഒരു പുണ്യസ്ഥലത്തും പോകണ്ട, ഒരു മധ്യസ്ഥനിലും ആശ്രയിക്കണ്ട. വിശ്വസിക്ക, നിന്റെ സൗഖ്യം ഈ രാത്രി വെളിപ്പെടുക. 7-ാം അധ്യായത്തിൽ പുതിയ ഒഴുക്കാണെങ്കിൽ 8-ാമത്തെ അധ്യായം എ ന്യൂ ഫ്രീഡം. എന്താ ഫ്രീഡം? നാട്ടുകാരെല്ലാം നിനക്കെതിരെ എഴുതുമ്പോൾ ഇന്ന് രാത്രി നീ പാപിനിയാണെന്ന് ലോകം മുഴുവൻ നിനക്കെതിരെ എഴുതുമ്പോൾ നിന്റെ പക്ഷത്തു നിന്ന് നിനക്ക് വേണ്ടി എഴുതുന്ന ഒരു സ്വർഗമുണ്ടെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ ഉറ്റവർ, സ്നേഹിതർ,
അറ്റം തിരിഞ്ഞു നിന്ന് മുറ്റും വിടക്കണ്ണി തള്ളുമ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ, നിന്റെ പക്ഷത്ത് നിൽക്കുന്നവൻ. ഇത്രയൊക്കെ അനുഭവിച്ചാൽ ആർക്കാ 9-ാം അധ്യായത്തിൽ എ ന്യൂ വിഷൻ കണ്ണു തുറന്നു? ആലയമൊക്കെ വിട്ടു. സ്തോത്രം. ആലയത്തിന് പുറത്ത് ആരാധിക്കുക. അപ്പം വേണ്ട പുരോഹിതൻ വിലക്കുന്നു, മിണ്ടരുത്. എടാ, കണ്ണു തുറന്നവന്റെ കഴുത്തറത്ത അനുഭവം മിണ്ടും. ഇന്ന് രാത്രിക്കാല ലോകം മുഴുവനും കൂടെ ഞങ്ങൾക്കെതിരു നിന്നാലും ഞങ്ങൾ മിണ്ടുന്നതിന്റെ കാരണം കണ്ണു തുറന്നത് കൊണ്ട്. 10-ാം അധ്യായം നല്ല ഒരു ഇടയൻ. അദ്ദേഹം പറയാ, എൻ്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചു പറിക്കത്തില്ല. 11-ാം അധ്യായം ലാസ്റ്റ് മിറക്കിൾ ആൻഡ് ലാസ്റ്റ് എനിമി, ഒടുവിലത്തെ ശത്രുവാകുന്ന മരണം പന്തിക്കിരിക്കേണ്ടവനെ കൊണ്ട് കല്ലറ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവിന് സഹിച്ചില്ല. അധികാരത്തിന്റെ വാക്ക് പറയാ, ലാസറേ പുറത്തു വാ. 12-ാം അധ്യായം പ്രവചനത്തിന്റെ നിവൃത്തി, സിയോൻ പുത്രിയുടെ രാജാവ് കഴുതപ്പുറത്ത്. 13-ാം അധ്യായം ക്രൂശീകരണം അനന്തര സംഭവങ്ങൾ ആരംഭിക്കുക. പ്രതിസന്ധികളെ കണ്ട് കലങ്ങുന്ന ആളുകൾ. പക്ഷെ അവിടുന്ന് പറയാ, കലങ്ങണ്ട, ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കുകയാ. അതിനുള്ള വഴി ഹല്ലേലൂയ. ശംധാനാബാരാധാര. കലങ്ങുന്ന ഏത് ഹൃദയത്തിനും ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് ക്രൂശ്. നശിച്ചു പോകുന്ന ഏവർക്കും അത് ഭോക്ഷത്വമാണ്. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ക്രൂശീകരണത്തിൻ്റെ ചരിത്രം കൂടെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ പ്രസംഗം പൂർണ്ണമാകത്തില്ല. ലോകത്തിൽ ഇന്ന് വരെ നിലനിന്നിരുന്നത് വെച്ച് ഏറ്റവും ക്രൂരവും മൃഗീയവുമായ ഒരു ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. BC 600-ൽ പേർഷ്യൻസ് ആണ് അത് തുടങ്ങി വെച്ചത്. ഈസ്റ്റേൺ മാസിഡോണിയയിലേക്ക് ക്രൂശീകരണം കൊണ്ടുവന്നത് അലക്സാണ്ടറാണ്. BC 300 മുതൽ 500 വർഷം റോമക്കാർ ആ രീതി തുടരുകയും കോൺസ്റ്റന്റീൻ അഥവാ കുസ്തന്തീനോസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് ക്രൂശീകരണം നിയമം മൂലം നിർത്തലാക്കിയത്. സമൂഹത്തിലെ ക്രൂരന്മാരായ കുറ്റവാളികൾ, അടിമകൾ, ഹീനരായ മനുഷ്യർ, നീചരായ ആളുകൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. ക്രൂശീകരണം മറ്റ് ശിക്ഷാരീതികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതിൻ്റെ കാരണം തീവ്ര വേദന അനുഭവിക്കുന്ന സാവധാനമുള്ള ഒരു മരണ രീതിയായിരുന്നു ക്രൂശീകരണത്തിൽ അവലംബിക്കപ്പെട്ടിരുന്നത്. 6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ക്രൂശീകരണം 3 ഘട്ടങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് ക്രൂശിലൂടെ വിധിക്കപ്പെട്ടയാളിനെ ഒരു കൽത്തൂണിൽ 2 ഇരുമ്പ് ചങ്ങലകളുടെ സഹായത്തോട് കാലും കൈയും പുറംതിരിച്ച് ബന്ധിച്ച് നിർത്തുകയാണ്. അനന്തരമായിട്ട് ചെയ്യുന്നത് മല്ലന്മാരായ 2 പടയാളികൾ അദ്ദേഹത്തിൻ്റെ ഇരുപുറവുമായി നിന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ചാട്ട കൊണ്ട് ആ മനുഷ്യൻ്റെ പുറം അടിച്ച് പിളർത്തുകയാണ്. ഈ ചാട്ടയ്ക്ക് പ്രത്യേകതകളുണ്ട് കേട്ടോ. കൂർത്തുമുർത്ത ഇരുമ്പ് ചൂണ്ടകളും ഈയക്കട്ടകളും എല്ലും കഷ്ണങ്ങളും കൊണ്ട് പ്രത്യേക നിലയിൽ സംവിധാനം ചെയ്ത ആ ചാട്ട കൊണ്ട് ഓരോരുത്തരും മാറി മാറി പുറം മുതൽ പാദം വരെ അടിക്കും. സംഭവിക്കുന്നത് അടിച്ചേച്ച് ഇങ്ങോട്ട് വലിച്ച് എടുക്കുമ്പോഴത്തേന് മാംസകഷ്ണങ്ങൾ പച്ചയ്ക്ക് പറയുമ്പോൾ പ്രവാചക പക്ഷെ പറഞ്ഞാൽ ഉഴവുകാരൻ ഉഴുതുമറിച്ച് കണ്ട പോലെ ആളിൻ്റെ ശരീരം വികൃതമാകും. അടുത്തതവർ ചെയ്യുന്നത് ആ മനുഷ്യൻ്റെ മുഖത്തെ പച്ചരോമം പിഴുതെടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവൻ്റെ ബലം ക്ഷയിക്കാനായി ഇവരത് ചെയ്യുന്നത്. ശരീരം അടിച്ച് പുലർത്തുമ്പോൾ അവിടെ ഒന്ന് സംഭവിക്കുന്ന രക്തത്തിൻ്റെ ബ്ലീഡിങ് അഥവാ രക്തത്തിൻ്റെ ഒഴുക്ക് നിർജ്ജലീകരണത്തിന് കാരണമാകും. വിലങ്ങുകളില്ലാതെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് ക്രൂശീകരണം നടക്കുന്ന സ്ഥലത്തേക്ക് ക്രൂശുമായി പോകുമ്പോൾ ക്രൂശ് താഴെയിട്ടിട്ട് പളയാളികളുടെ കയ്യിൽ നിന്ന് കുതറി ഓടാതിരിക്കുവാൻ അവൻ്റെ ശരീരം നിർജ്ജലീകരണത്തിൻ്റെ ഭാഗമായി മാറേണ്ടതിന് അവരടിച്ച് പിളർത്തും.
എൻ്റെ നാഥൻ ഗബതയിൽ നിന്ന് ക്രൂശ് എടുക്കുമ്പോൾ ഒന്ന് കുറയെ 40 അടിയേറ്റത് കൊണ്ട് അവൻ്റെ പുറമുഴവുചാല് പോലെ കീറപ്പെട്ടിരുന്നു. ഗബതയിൽ നിന്ന് ഗോൽഗോത്തയിലേക്ക് നടന്നു പോകുന്ന ആ വഴിയിൽ 14 പ്രാവശ്യം വെച്ച് എൻ്റെ നാഥൻ വീണു. അവിടെ നിന്ന് എഴുന്നേറ്റു. 8 അടി വീതി 12 അടി നീളം 84 കിലോയുമുള്ള ക്രൂശുമായിട്ടാണ് അവിടുന്ന് നടന്ന് ഗോൽഗോത്തയുടെ കുന്ന് കയറിയത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അവിടം വരെ ഈ ക്രൂശ് എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി പറ്റുന്നതല്ലെന്ന് മനസ്സിലായപ്പോൾ പടയാളികൾ ഒരുവൻ തപ്പിയെടുത്തു. ആ ക്രൂശിൻ്റെ അറ്റം ചുമക്കുവാൻ ആരെങ്കിലും ഉണ്ട്? ഒരുവനെ കണ്ടു. ആ മനുഷ്യൻ്റെ പേരാണ് ആഫ്രിക്കയിലെ കുറയന എന്ന സ്ഥലത്ത് നിന്ന് പലസ്തീനിൽ അടിമകളായി പാർക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ, കുറയനക്കാരനായ ശീമോൻ. ആ മനുഷ്യനാണ് ക്രൂശിൻ്റെ അറ്റം ചുമന്നത്. ക്രൂശ് ഗോൽഗോത്തയിലെത്തി. അവിടെ ഒരു കുഴി സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടരികിലായിട്ട് ക്രൂശിങ്ങനെ മലർത്തി കിടത്തി. എന്നിട്ട് ഈ മനുഷ്യനെ പിടിച്ച് ക്രൂശിലേക്ക് കിടത്തുകയാണ്. അതിനു മുമ്പ് അവൻ്റെ തലയിൽ പാലസ്തീനിൽ മാത്രം കണ്ടുവളരുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടി, ഉണങ്ങും തോറും അതിൻ്റെ ബലം കൂടുന്ന, ഷാർപ്നെസ് കൂടുതലുള്ള ഒരു മുള്ളുചെടി. ആ മുള്ളുതടി ചെടി കൊണ്ട് മെടഞ്ഞ ഒരു കിരീടം അതവൻ്റെ തലയിൽ വെച്ചിട്ട് ചമ്മട്ടി കൊണ്ടടിച്ചപ്പം ഹെൽമറ്റ് ഉറയ്ക്കുന്നത് പോലെ അത് തലയിൽ ഉറച്ചു. അവിടെ ഒന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകുവാൻ തുടങ്ങി. അനന്തരമായിട്ട് മലർത്തി ക്രൂശിൽ കിടത്തുകയാണ്. എന്നിട്ട് കൈയുടെ ഈ ഭാഗത്ത് കാലിരുമ്പാണികൾ അടിച്ചു കയറ്റി. അടുത്തത് കാല് രണ്ടും പിണച്ചു വെച്ചിട്ട് പൊത്തയുടെ മുകളിൽ കാലിരുമ്പാണി അടിച്ചു കയറ്റി. എന്നിട്ട് തലപ്പൊക്കത്തിൽ കയറിട്ടിട്ട് ക്രൂശ് ഇങ്ങനെ വലിച്ചുയർത്തുകയാ. ഉയർത്തി അതാ കുഴിയിലേക്ക് നിരങ്ങി ഇറങ്ങുമ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ക്രൂശെ കിടക്കുന്നവൻ്റെ ശരീരത്തിൻ്റെ ഭാരം താഴോട്ടങ്ങ് സെറ്റാകുമ്പോഴത്തേന് ഇല്ല, ആ വേദന കയ്യിൽ വഹിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് കാലിലമർത്താൻ ശ്രമിക്കുമ്പോൾ ഇരുമ്പാണിയെ തൂങ്ങിയാടുന്ന കാല്, അതിവേദന ഇല്ല. കാലും കൈയും അത് വഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പുറമിങ്ങനെ ക്രൂശോട് ചേർത്ത് വെച്ച് ആ വേദന അമർത്താൻ ശ്രമിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് നെഞ്ചും കൂട് പൊട്ടിയിട്ട് ലെൻസിലേക്ക് വാരിയല് തുളഞ്ഞു കയറിയ ശ്വാസം മുട്ടി മരിക്കുന്നത്. എൻ്റെ യേശുവിന് അത് വേണ്ടി വന്നില്ല. അബോധാവസ്ഥയിലല്ല അവൻ ക്രൂശെ കിടന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് കാലേലും കയ്യേലും അത് നെഞ്ചിലും ഈ വേദന താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കൈകാലുകൾ ഇങ്ങനെ വലിയുമ്പം സ്വാഭാവികമായിട്ടുള്ള വേദനയേക്കാൾ അത് കടുത്ത വേദന സഹിക്കുന്ന സമയത്ത് ഈ ശരീരം അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ശരീരഭാരം നിമിത്തം ഹല്ലേലൂയ സോക്കറ്റിനകത്തു നിന്ന് കൈ ഊരിയിട്ട് 6.5 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെ ആ കരത്തിന് നീളം കൂടാം. നിങ്ങളെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ, ഒരു കൈ പോരാ, 2 കരം ഉയർത്തിപ്പിടിച്ച് പോരാ, 30 ഡിഗ്രി പോരാ, 50 ഡിഗ്രി പോരാ, 90 ഡിഗ്രിയും പോരാ. എൻ്റെ നാഥൻ നിനക്ക് വേണ്ടി ക്രൂശ് പെടഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉയരാവുന്നതിനേക്കാൾ 7 ഇഞ്ചൂട് ആ കരത്തിന് നീളം കൂടി കേട്ടോ. എന്തിനു വേണ്ടിയോ? നിന്റെ ശരീരം തകർത്തു നീ ഞങ്ങൾക്ക്. ചിലർക്ക് ഈ ക്രൂശ് ഒരു ചിരിക്ക് കാരണമാണ്, മറ്റു ചിലർ ഈ ക്രൂശിനോട് ഇടറും. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഈ ക്രൂശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ നാഥൻ പറഞ്ഞ 7 മൊഴികളുണ്ട്. ലൂക്കോസ് 23:34, പിതാവേ ഇവരോട് ക്ഷമിക്കണേ. 2-ാമത്തെ മൊഴിയാണ് 23:43 ലൂക്കോസ്, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. 3-ാമത്തെ മൊഴിയാണ് യോഹന്നാൻ 19:26, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. 4-ാമത്തെ മൊഴിയാണ് മത്തായി 27:46, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്. 5-ാമത്തെ മൊഴിയാണ് യോഹന്നാൻ 19:28, എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ മൊഴിയാണ് യോഹന്നാൻ 19:29, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. 7-ാമത്തെ മൊഴിയാണ് ലൂക്കോസ് 23:46, ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ മൊഴികൾ നല്ല സുബോധത്തിൽ ക്രൂശെ കിടന്ന് യേശു പറഞ്ഞ മൊഴികളാണ്. ഇത് നമ്മളോടുള്ള ബന്ധത്തിലൊന്ന് എടുത്തു നോക്കിക്കേ.
എവിടെ നിന്ന് ആരംഭിക്കണം? യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് 5-ാമത്തെ മൊഴിയിൽ നിന്ന്. 5-ാമത്തെ മൊഴി എന്താ പ്രിയപ്പെട്ടവരെ പറയുന്നത്? എനിക്ക് ദാഹിക്കുന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ, വ്യക്തിപരമായ പ്രതിസന്ധികളുടെ നടുവിൽ ദാഹിക്കാത്ത മനുഷ്യരാരാ? ആ മനുഷ്യൻ്റെ എല്ലാം പ്രതികരണമാ ക്രൂശെ കടന്ന് എൻ്റെ നാദം പറയുകയാ, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്ന മനുഷ്യൻ ഒരു സഹായം, ഒരിറ്റ് വെള്ളം ഇല്ല, വരുന്നില്ല. അപ്പം മനുഷ്യൻ പരിതപിക്കുക. 3-ാമത്തെ മൊഴി, ഓ ഹല്ലേലൂയ. 4-ാമത്തെ മൊഴി എന്താ മൊഴി? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്ത്? ദാഹത്തിൻ്റെ നടുവിൽ ഒരാശ്രയം. കലങ്ങുന്ന ഹൃദയമുള്ള മനുഷ്യൻ, ചഞ്ചലിക്കുന്ന മനുഷ്യൻ, നിരാശ നിറഞ്ഞ മനുഷ്യൻ, ദാഹത്തിൻ്റെ നടുവിൽ അവനൊരാശ്രയം, ഒറ്റ ആശ്രയം ദൈവം. ദൈവം പോലും കൈവിട്ടെന്നത് തോന്നലിൽ അവൻ നിലവിളിക്കുക, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താ? കൈവിടപ്പെട്ടവളെന്ന് തോന്നുന്ന ഒരു സ്ത്രീ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുക. അത് മറ്റാരുമല്ല, തൻ്റെ സ്വന്തം അമ്മയാ. മകനിങ്ങനെ ക്രൂശെ കിടന്ന് ആടിപ്പിടയുമ്പം, നെഞ്ചിനകത്തൂടെ വാള് കയറിപ്പോകുമ്പോൾ ഏതമ്മയാ പിടയാത്തത്? ഇതുപോലെ കൈവിടപ്പെട്ട സ്ത്രീ വേറെ ആരാ? അവളുടെ ആ നിസ്സഹാവസ്ഥ കണ്ട്, അനാഥ എന്ന അവസ്ഥ കണ്ടുകൊണ്ട് അവിടുന്ന് ഉറക്കെ പുറകെയാ, സ്ത്രീയെ, നീ കൈവിടപ്പെട്ടവളല്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ശിക്ഷനെ നോക്കിയിട്ട് പറയുകയാ, ദണ്ഡിതേ, ഇതാ നിന്റെ മകൻ. കൈവിടപ്പെട്ട ഏതവൾക്കും കൂട്ടൊരുക്കുന്നതാ കാൽവറി. ഇന്ന് രാത്രി ലോകം നിന്നെ കൈവിട്ടാൽ, രാഷ്ട്രീയക്കാർ നിന്നെ കൈവിട്ടാൽ, മതമേധാവികൾ നിന്നെ കൈവിട്ടാൽ, ഏത് മനുഷ്യരായ മനുഷ്യൻ നിന്നെ കൈവിട്ടാലും, ഏത് കൈവിടപ്പെട്ടവനും കൂട്ടൊരുക്കുന്ന സ്ഥലമോ കാൽവറി. കൈവിടപ്പെട്ടെന്ന് തോന്നുന്ന മനുഷ്യന് കാൽവറി കൂട്ടൊരുക്കുന്നത് കണ്ടപ്പം തൊട്ടപ്പുറത്ത് കിടക്കുന്ന കള്ളൻ ചോദിക്കുക, ഞാൻ താമസിച്ചോ? എനിക്ക് പാവക്ഷമ കിട്ടുവോ? അപ്പം പറയാ, ഇല്ല, യു ആർ നോട്ട് ലേറ്റ്. നീ താമസിച്ചിട്ടില്ല. ഇന്ന് നിന്റെ ചരിത്രം മാറും. ഇന്നു മുതൽ നിന്റെ ചരിത്രം മാറും. നിന്റെ ഇന്നലെ എന്താണെന്ന് നോക്കിയാ മനുഷ്യരൊക്കെ നിന്നെ കൂട്ടിന് കൂട്ടുന്നത്. നിന്റെ ഇന്നിന്റെ സാമ്പത്തികം നോക്കിയാ മനുഷ്യരൊക്കെ നിന്നെ കൂട്ടിന് കൂട്ടുന്നത്. പക്ഷേ ഇന്ന് നിന്റെ ചരിത്രത്തെ മാറ്റി നാളുകളിൽ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ കരുത്തുള്ള സ്വർഗം പറയുകയാ, നീ താമസിച്ചിട്ടില്ല. ഓടിവാ മനുഷ്യരായ മനുഷ്യരെ, ഓടിവാ അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ഓടിവാ കലങ്ങുന്ന മനുഷ്യ, ഓടിവാ. ഹല്ലേലൂയ. അവിടുന്ന് പറയാ, 1-ാമത്തെ മൊഴി, ആരോടി വരും? എല്ലാവർക്കും പാപക്ഷമ. ഹല്ലേലൂയ. യു ആർ നോട്ട് ലോസ്റ്റ്. നിങ്ങളാരും നഷ്ടപ്പെട്ടവരല്ല. നിങ്ങൾക്കെല്ലാം പാപക്ഷമ, മാപ്പ്, മോക്ഷം, പ്രത്യാശ. യെസ്. ആ മനുഷ്യൻ രാവിലെ ജോലിക്ക് ഇറങ്ങിയതാ. ആഫ്രിക്കയിലെ ഖുറൈന എന്ന സ്ഥലത്ത് നിന്ന് പാലസ്തീനിൽ അടിമകളായി പാർക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു കറുത്ത വർഗക്കാരൻ, കാത് തുളയ്ക്കപ്പെട്ടവൻ. ആൾക്കൂട്ടം കണ്ട് എന്താണെന്നറിയാനായിട്ട് ചുമ്മാ ഒന്ന് എത്തിക്കുത്തി വലിഞ്ഞു നോക്കിയതാ. അങ്ങനെയൊക്കെ സംഭവിക്കും. അടുത്ത സമയത്ത് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയച്ച് ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ചങ്ങനാശ്ശേരിക്ക് വരുന്ന റോഡേ വരുമ്പോൾ ഒരാൾക്കൂട്ടം. ആറ്റുമീൻ ഇഷ്ടമായതുകൊണ്ട് മീനാണെന്നും കണ്ട് നോക്കിയപ്പം മീനല്ല, റാന്നിയിലെ പമ്പയാറ്റിൽ ഏതോ മനുഷ്യന് കാലുവഴുതി വീണതാ. 4-ാമത്തെ ദിവസം ബോഡി പൊങ്ങിയത് കുട്ടനാട്ടില. എടുക്കാൻ സർക്കിളിൻ്റെ നേതൃത്വത്തിൽ ആളിങ്ങനെ നിൽക്കുക. ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചവിടെ നിൽപ്പുണ്ട്, മീനാന്നും കണ്ട്. ഇല്ല, നല്ല കാഴ്ച അല്ലല്ലോ, എങ്കിലും രാവിലെ കണ്ട കാഴ്ച ഒന്ന് കണ്ടേക്കാവെന്നും കണ്ട് ഞങ്ങളെല്ലാവരും നിൽക്കുമ്പം സർക്കിൾ ഒരാളുടെ പേര് വിളിച്ചു, മത്തായിച്ചോ, എടോ താൻ വന്ന് ഇറങ്ങിയെടുക്കണു. മത്തായിച്ചൻ വന്നു, ഒറ്റക്കൈയിലെടുത്ത് ഒറ്റത്തോർത്ത് തോളയിലിട്ട്. അപ്പം എൻ്റെ മനസ്സ് ചെന്നു, ആഫ്രിക്കക്കാരൻ രാവിലെ പണിക്ക് പോകുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഗവതയുടെ ആ കൽത്തളത്തിൽ നിന്ന് ക്രൂശും കൊണ്ട് പോകുന്ന യേശുവിനെ കണ്ടപ്പം, വേച്ച് പോകുന്നവനെ കണ്ടപ്പോൾ പടയാളി നിർബന്ധിച്ചേൽപ്പിച്ചതാ. കൊണ്ടക്കൊടുത്ത് വെച്ച് തിരിച്ച് പണിക്ക് പോകാം. ഇല്ല, ആ പോക്കകളെ ഹൃദാൽ ആകർഷിച്ചു. യേശുവിനെ കണ്ടവരാരും അങ്ങനൊന്നും പോകത്തില്ല. അവിടെ ചെന്ന് നിന്നു.
അവിടുന്ന് അനുഭവിക്കുന്ന എല്ലാ പീഡകളും കണ്ടു. അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മൊഴികൾ കേട്ടു. അവിടെ നിന്ന് പോയി. പിന്നെ മനസ്സുറപ്പിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ദേശത്തെല്ലാം ഭയങ്കര ഇരുട്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരിക. എന്നും 6 മണിക്ക് വരുന്ന അപ്പൻ, കൂലിപ്പണിക്കാർ വീട്ടിൽ വരുന്നത് ലൂലൂന്ന് സാധനവും മേടിച്ചോണ്ടല്ലോ. റേഷനരിയും മണ്ണെണ്ണയും ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒക്കുവാണ്. ഇല്ലേലൊരു പരിപ്പ് വട. എല്ലാ പിള്ളേരുടെയും പ്രതീക്ഷ അപ്പം വരുമ്പോൾ ഒരു പൊതിക്കെട്ട്. 6 മണി മുതൽ പിള്ളേർ നോക്കുക. 6:30 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 7:30 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 8:30. എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയാറുണ്ട്, അച്ഛാ യോഗം കഴിഞ്ഞ് അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഇങ്ങ് വരണം. നിങ്ങൾ ഈ വരാമെന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ വന്നില്ല. അവൾ പറയുന്നത് ഇവന്മാരിവിടെ കൃപായുഗം അവസാനിപ്പിച്ച് മഹോദരം ആരംഭിക്കുമെന്ന്. എൻ്റെ പിള്ളേർ അത്രയ്ക്ക് പാവം കേട്ടോ. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം പാവങ്ങളാണ്. ഏറ്റവും ഇളവനാ ഏറ്റവും പാവം. അവനാ കഴിഞ്ഞ ആഴ്ച പെരകത്തിച്ചെന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ പിള്ളേർ 9 ആയപ്പോൾ ഈ വീടിൻ്റെ ഒരവസ്ഥയെ 9:15 ഉമ്മറത്തൊരനക്കം. രൂപ സെലക്ഷൻ തന്നോട് പറഞ്ഞടാ അപ്പനാന്ന് കേട്ടപ്പോഴത്തേന് രണ്ടുപേരും കൂടെ ഒരൊറ്റ ഓട്ടം പൊതിക്കെട്ടിന് വേണ്ടിയാ. പക്ഷെ ഓടി വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചപ്പോൾ കൈ ശൂന്യമാ. വെട്ടത്ത് നോക്കിയപ്പോൾ അവർ കണ്ടു അപ്പൻ്റെ ദേഹത്ത് ചോര. അപ്പൻ്റെ ദേഹത്തെ ചോര അവരുടെ ദേഹത്തും പറ്റിയിട്ടുണ്ട്. അവരുറക്കെ പറഞ്ഞു, ദണ്ണമ്മേ അപ്പൻ്റെ ദേഹത്ത് ചോര. അമ്മ ചോദിച്ചു, എന്തോ പറ്റിയതാ മനുഷ്യ? മുതലാളി തല്ലിയോ? പതിവ് കിട്ടുന്ന ഇല്ല, ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ആരേലും തല്ലിയോ? ഇല്ല. പിന്നെങ്ങനെ നിങ്ങളുടെ ദേഹത്ത് ചോര വന്നത്? ഇന്നലെ വരെ നമ്മുടെ നാട്ടിൽ കൂടെ പ്രവചിച്ച നസ്രത്തുകാരൻ യേശുവില്ലേ, അദ്ദേഹത്തിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ദിവസം നിന്ന് അദ്ദേഹത്തിൻ്റെ ക്രൂശിൻ്റെ അറ്റം ചുമക്കാൻ എന്നെ നിയോഗിച്ചു. ആ ക്രൂശെ കൂടൊഴികെ ചോര മുഴുവൻ എൻ്റെ ദേഹത്ത് വന്ന് പറ്റിയതാ. ഞാനിവിടെ വന്ന് കുളിക്കുന്നതിന് മുമ്പ് പിള്ളേർ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതുങ്ങളുടെ ദേഹം, നീ ആ ലൈബോയുടെ സോപ്പിങ് എടുക്ക്, നമുക്ക് കഴുകിക്കളഞ്ഞേക്കാം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, കഴുകിയ മാറുന്ന ചോരയാണോ യേശുവിൻ്റെ ചോര, അതോ ചരിത്രം മാറ്റുന്ന ചോരയാണോ യേശുവിൻ്റെ ചോര? മർക്കോസ് 15:21. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 25 വർഷം കഴിഞ്ഞ് മർക്കോസ് സുവിശേഷം എഴുതുക. 25 വർഷം മുമ്പ് നെടുങ്കുന്നത്ത് മരിച്ച ഒരാളുടെ കാര്യം ഈ സന്തോഷ് പാസ്റ്റർ എന്നെ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പിള്ളേരുടെ പേര് പറയണം, പിള്ളേരിവിടെ കാണണം. സ്വാഭാവികമായിട്ട് എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. മർക്കോസ് എഴുതുമ്പം ശീമോൻ്റെ പിള്ളേർ അറിയപ്പെടുന്നവരാ, കവലച്ചട്ടമ്പികളായിട്ടല്ല, കർത്താവിൽ പ്രസിദ്ധരായിട്ട്. എന്താ മക്കളെ നിങ്ങളുടെ ചരിത്രം മാറ്റിയത്? സുവിശേഷം ഏത് വീടിൻ്റെ ചരിത്രം മാറ്റാത്തത്? ജാതിക്കതീതമായി, ഭാഷയ്ക്കതീതമായി, വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കതീതമായി ഏത് വീടിൻ്റെ ചരിത്രമാ സുവിശേഷം മാറ്റാത്തത്? ഇന്ന് രാത്രികാലം ഈഗത്തിലുണ്ടാകുന്ന മാറ്റം മാത്രമാണോ സുവിശേഷത്തിൻ്റെ ശക്തി? അല്ലേ അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തെ വിശ്വസിക്കും, എന്നിലും വിശ്വസിക്കും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു വാസസ്ഥലം. ഇതാ സുവിശേഷം നൽകുന്നത്. പിതാവിൻ്റെ ഭവനം, സ്വർഗത്തിൽ ഒരു വീട്. സ്തോത്രം. കണ്ണുകളെ അടച്ചോ, തലകളെ വണക്കിക്കോ. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു ദിവസം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, യഹൂദ വിവാഹവുമായിട്ട് ഏറ്റവും ബന്ധമുള്ളൊരു പദമാണ് നമ്മൾ വായിച്ചത്. യഹൂദ വിവാഹത്തിന് 2 വശങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം യെറൂസിൻ എന്നാണ് പറയുന്നത്, വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയത്തിൽ ഒരു പുരുഷൻ വന്നൊരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടിട്ട് അവളുടെ കയ്യിലൊരു മോതിരം അണിയിച്ച് അവിടെ മുഖത്തൊരു മൂടുപടം ഇട്ടിട്ട് അവൻ്റെ അധ്വാനത്തിലൊരു വിഹിതമെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് അവളോടായി പറയും, നിനക്കും എനിക്കും നമുക്ക് പാർക്കാൻ ഞാനൊരു വീടൊരുക്കാൻ പോകുകയാണ്. എന്ന് വീടിൻ്റെ പണി തീരുവോ അന്ന് നിന്നെ ചേർക്കാനായിട്ട് ഞാൻ വരും. മൂടുപടത്തിൻ്റെ കീഴിൽ തനിക്ക് വേണ്ടി വീടൊരുക്കാൻ പോയ മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടി. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇത് മനസ്സിലാകാൻ വേഗം ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അടക്കാരാധനയിൽ ഏറ്റവും അവസാനം ദൈവദാസന്മാർ പറയും, ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്ന് ആളിൻ്റെ മുഖം മൂടാൻ പറയും, അല്ലേ? അപ്പം ആളിൻ്റെ മുഖം മൂടുമ്പം ആൾ നമ്മളോട് പറയാതെ പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്.
ഇന്നലെ വരെ നിങ്ങളുടെ കൂട്ടുവിശ്വാസിയായിരുന്നു ഞാൻ, നിങ്ങളുടെ സഹോദരനായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ഭൂമിയിലെ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ച് എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയായി മൂടുപടത്തിൻ്റെ കീഴിൽ കല്ലറയിൽ ഞാനിങ്ങനെ കാത്തിരിക്കുക. എന്നാൽ എൻ്റെ നിസ്യൂ നടക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ അത് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി രൂപാന്തരപ്പെടും, ജീവനോടിരിക്കുന്ന നാം തേജസ്കരിക്കപ്പെടും. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീ, എന്നിലും വിശ്വസിപ്പീ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. നിങ്ങൾക്ക് വീടൊരുക്കാൻ പോയവൻ താമസമിനാ വീടൊരുക്കേച്ച് കടന്നു വരും. പ്രത്യാശയുള്ള ദൈവമക്കൾ, ഇന്ന് രാത്രികാലം ഉള്ളു തുറന്ന് ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ കർത്താവ് നിങ്ങളോട് ഇടപെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഏത് കലങ്ങുന്ന ഹൃദയത്തിനും ആശ്വാസം. ഒരു നിമിഷം നാം പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പോകുക. ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നവരെല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇളയവന് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഇന്ന് രാത്രി സുവിശേഷം ഞാനിവിടെ പങ്കുവച്ചു. ഈ വചനത്തോട് പ്രതികരിക്കുന്ന സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റുന്ന, ഇവരുടെ കുടുംബങ്ങളുടെ ചരിത്രം മാറ്റുന്ന അസാധാരണമായൊരു ദൈവപ്രവർത്തി ഇന്ന് രാത്രി ഇവരിൽ നടക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. തുടർന്ന് ഞങ്ങൾ ഒന്നിച്ചങ്ങേ ആരാധിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷങ്ങളാക്കി സ്വർഗം മാറ്റണം. ജനത്തെ അനുഗ്രഹിക്കുന്നു, മനസ്സും തുറന്നനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.